പ്രജിതേ, ഈ അണുബോംബ് അണുബോംബ് എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മളിങ്ങനെ നിരന്തരം പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അണുബോംബ്, ആണവ ബോംബ്, ഇങ്ങനെയൊക്കെ. ഇതിന്റെയൊക്കെ ഒരു പ്രവർത്തനം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാവും. അതായത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതിന് ഇപ്പൊ ഈ യുദ്ധം വന്നപ്പോഴാണ് ഇത് കേൾക്കാൻ തുടങ്ങിയത് അല്ലെ. ഒരു പേടിയുള്ള സാധനമാണ് കേട്ടോ. അതെ അതെ, പേടിക്കണം പേടിക്കണം. പേടിക്കാതിരിക്കാൻ വേറെ വഴിയില്ല, പേടിക്കേണ്ടി തന്നെ വരും. അപ്പൊ പാകിസ്ഥാൻ നമ്മളോട് പറഞ്ഞതാണ് ഞങ്ങളുടെ കയ്യിൽ അണുബോംബുണ്ട്, പൊട്ടിക്കോടെ ഞങ്ങള് എന്നാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്. ഇപ്പോ ഇസ്രയേൽ ഇറാന് നേരെ ഈ ആക്രമണം നടത്തുന്നതും ആറ്റം ബോംബ് ഉണ്ടാക്കും എന്നുള്ള ഇതുകൊണ്ടാണ്. അത് ആറ്റം ബോംബ് ഉണ്ടാക്കുന്നതല്ല വിഷയം, അത് ആ ഒരു കൊച്ചു രാജ്യത്തിന് നേരെ ഇവർ പ്രയോഗിക്കും എന്നുള്ളത് കൊണ്ടാണ് അവർ അത് മുമ്പേ കൂട്ടി അടിച്ചു തകർക്കുന്നത്. ഇനിയെങ്കിലും ഞങ്ങൾക്ക് അതെ, പ്രിവെൻഷൻ ആണത്. അപ്പൊ ഈ അണുബോംബ് എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും മാരകമായിട്ടുള്ള ആയുധം ഏതെന്ന് വെച്ചാൽ അത് അണുബോംബാണ്, ആറ്റം ബോംബാണ്. അതിൽ എന്താ പറയാ, വേറെ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇതുള്ള രാജ്യങ്ങളെ മറ്റേത് രാജ്യവും തൊടാൻ പഠിക്കും. കാരണം ഒരടി അടിച്ച് രണ്ടാമത്തെ അടിക്ക് ഈ സാധനം കൊണ്ടൊന്ന് പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്ന്. പിന്നെ ബാക്കി ജനങ്ങളുണ്ടെങ്കിലും അവർക്കുണ്ടാകാവുന്ന പലതരത്തിലുള്ള രോഗങ്ങളും കാര്യങ്ങളും. അതെ, അപ്പൊ ഞാനത് പറയാൻ വരുന്നത്. അപ്പൊ ഈ ഹിരോഷിമയും നാഗസാക്കിയും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്, കേട്ടെങ്കിലും പരിചയം. അതെ. അപ്പോൾ ആണവ സാങ്കേതിക വിദ്യ, ഇതൊക്കെ ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യ വേണമെങ്കിൽ നമുക്ക് നല്ലതിനും ഉപയോഗിക്കാം. അതായത് ഈ ആണവ റിയാക്ടറിലൂടെയൊക്കെ വൈദ്യുതി ഉൽപാദനം ഒക്കെ വേണമെങ്കിൽ നമുക്ക് നടത്താം, അതിന് മനസ്സ് വേണം എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനത്തെ കുനിഷ്ടുകൾ ഒപ്പിക്കാനും ഈ രാജ്യങ്ങൾ അത് അവരുടെ സുരക്ഷയെ കൂടി കരുതിയിട്ടായിരിക്കാം അങ്ങനെയുണ്ട്. അപ്പൊ രണ്ട് ടൈപ്പ് അണുബോംബുണ്ട്. ഒന്ന് ഫിഷൻ ബോംബാണ്, ഒന്ന് ഫ്യൂഷൻ ബോംബാണ്. അത് പറയുമ്പോൾ നമ്മൾ കുറച്ച് രസതന്ത്രം പറയണം. ഞാൻ രസതന്ത്രത്തെ കുറച്ച് പുറകോട്ടായതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കുറിച്ച് വെച്ചതാണ്, അത് ഞാൻ പറയാം. ഈ അണുവിഘടനം, അതായത് ഭാരമേറിയ ഒരു അണുകേന്ദ്രം, അത് വിഘടിക്കുമ്പോൾ പുറത്തു വരും ഒരു ഊർജം, ഒരു വൻ ഊർജമാണ് ഈ പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്നത്. ഇത് ഉപയോഗിക്കുന്ന ബോംബുകളെയാണ് ഈ ഫിഷൻ ബോംബ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് വിപരീതമാണ് ഈ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അത് രണ്ട് ചെറിയ അണുകേന്ദ്രങ്ങൾ സംയോജിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ പുറത്തു വരുന്ന ഊർജ്ജം ഉണ്ടാവും. ആ ഊർജ്ജം ഇവയെ തന്നെയാണ് ഈ പറയുന്ന ഫ്യൂഷൻ ബോംബിനെയാണ് കേട്ടോ ഹൈഡ്രജൻ ബോംബ് അല്ലെങ്കിൽ തെർമോ ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്നത്. അപ്പം ഫിഷനേക്കാൾ അപകടകാരിയാണ് ഫ്യൂഷൻ ബോംബ്, ഹൈഡ്രജൻ ബോംബ്. നമ്മൾ കഴിഞ്ഞ ഇതൊക്കെ സംസാരിച്ചിരുന്നു ഹൈഡ്രജൻ ബോംബിന്റെ കാര്യം. അത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നു എന്ന വാർത്തകൾ, നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതൊക്കെ. അപ്പൊ എന്തായാലും ജപ്പാനിൽ ഉപയോഗിച്ചത് ഫിഷൻ ബോംബാണ്. അതായത് യുറേനിയം 235, പ്ലൂട്ടോണിയം 239 എന്നീ 39 ഈ രണ്ട് മൂലകങ്ങൾ, ആണവ മൂലകങ്ങളുണ്ട്. അതിൽ ഒന്നിൻ്റെ ഐസോടോപ്പുകൾ ഉപയോഗിക്കുന്നവയാണ് ഫിഷൻ ബോംബുകൾ. ഈ അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ പ്രയോഗിച്ചല്ല, അത് ലിറ്റിൽ ബോയ് എന്നറിയപ്പെടുന്ന അണുബോംബാണ്. അത് യുറേനിയം ബോംബാണ്. നാഗസാക്കിയിൽ പ്രയോഗിച്ചത് ഫാറ്റ്മാൻ എന്ന പേരിൽ പ്ലൂട്ടോണിയം ബോംബാണ്. അതായത് അന്നേ ഹൈഡ്രജൻ ബോംബ് പ്രയോഗിച്ചു എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ഒരു ആറ്റം, ഈ ആറ്റത്തിൻ്റെ അണുകേന്ദ്രമാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിനെ ചുറ്റിപ്പറ്റി കുറേ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ അണുകേന്ദ്രത്തിനുള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും, അത് ഞാൻ പറഞ്ഞ കുറച്ച് രസതന്ത്രം കുറച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ആദ്യം വായിച്ചപ്പോൾ എനിക്കും കുറച്ച് സംശയം, കാരണം ഞാൻ പറഞ്ഞല്ലോ രസതന്ത്രത്തിൽ എഴുതാൻ വേണ്ടി പഠിച്ചവരാണ്. അപ്പോൾ ഈ അണുകേന്ദ്രത്തിനുള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും, ഈ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് ആറ്റമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ എന്ന് പറയുന്നത് മാസ് നമ്പറാണ്. ഒരേ ആറ്റമിക് നമ്പറും വ്യത്യസ്തമായിട്ടുള്ള മാസ് നമ്പറുമുള്ള ആറ്റമിക് വകഭേദങ്ങളാണ് ഈ ഐസോടോപ്പ് എന്ന് മുമ്പ് നമ്മൾ ആ പറഞ്ഞ സംഭവം. ഈ സംഭവം, ഈ ഒരു യുറേനിയം ഫിഷൻ ബോംബിൽ യുറേനിയം 235 കൊണ്ട് നിർമ്മിച്ച ഒരു വളയമുണ്ടാവും. പ്ലസ് ഒരു ഫിഷൻ ബോംബിന്റെ കാര്യമാണ് പറയുന്നത്, ഒരു യുറേനിയൻ ഫിഷൻ ബോംബിന്റെ. ആ യുറേനിയം 235 കൊണ്ട് നിർമ്മിച്ച ഒരു വളയം അതിനുള്ളിലുണ്ടാവും. പ്ലസ് മധ്യത്തിൽ ഇതേ മൂലകം കൊണ്ട് ഒരു ദണ്ടുണ്ടാവും.
ആ ദണ്ടുണ്ടാവും. അപ്പൊ ഈ ബോംബ് സജീവമാകുമല്ലോ, പൊട്ടാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ അതിന്റെ ഉള്ളിൽ തുടങ്ങുമല്ലോ, ഉരുണ്ട് പെരണ്ട് വരുമല്ലോ. അപ്പൊ ഈ ഉരുണ്ട് പെരണ്ട് വരുമ്പോൾ ഭൂമിയിൽ നിന്ന് ഒരു നിശ്ചിത ഉയരത്തിലാണ് ഇത് പ്രയോഗിക്കുക. അപ്പൊ ഉയരത്തിൽ വെച്ച് ഈ ദണ്ടും വളയവും തമ്മിൽ അങ്ങോട്ട് ഒന്നിച്ചാകുമ്പോൾ ഇതിനുള്ള ന്യൂട്രോണുകൾ ഇതിന് മുകളിലേക്ക് പ്രവഹിപ്പിക്കും. എന്നിട്ട് ഈ യുറേനിയം 235 ഐസോട്ടോപ്പിനെ വിഘടിപ്പിച്ച് തമ്മിലടിപ്പിച്ച് പുതിയൊരു അണുകേന്ദ്രവും ന്യൂട്രോണും ഉണ്ടാവും. അപ്പൊ ഇത് ഉണ്ടാവുന്ന സമയത്തുണ്ടാകുന്ന വൻ ഊർജപ്രവാഹമുണ്ട്. ആ ഊർജം ആ പുറന്തള്ളലാണ് സ്ഫോടനമായിട്ട്, അണുബോംബ് സ്ഫോടനമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിപ്പോ നമ്മൾ പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ പറയും ഇവക്കൊന്നും വേറെ പണി രാവിലെ ഇല്ലേ എന്ന് ചോദിക്കും. ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്, ഇത് കേൾക്കാൻ താല്പര്യമുള്ള നിരവധി പേരുണ്ട്. ഇതിപ്പോ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ചില പതിരുകളെ ഉള്ളൂ ഇങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെ മാത്രം കരുതിയാൽ മതി പ്രൈത. കാര്യം പതിരുകളെ നമ്മൾ കാണേണ്ട കാര്യമില്ല. അതെ. അപ്പൊ ഇങ്ങനെ രൂപം കൊള്ളുന്ന ഈ ന്യൂട്രോണുകൾ ഉണ്ടല്ലോ, മില്ലി സെക്കൻഡുകൾക്കകം കൂടുതൽ യുറേനിയം, മേൽപ്പറഞ്ഞ ആ യുറേനിയവും ദണ്ടും ആ കാര്യങ്ങൾ അങ്ങനെയുള്ള വിഘടിപ്പിച്ചിട്ട് കൂടുതൽ അണുകേന്ദ്രങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പൊ ഇങ്ങനെ ആ പൊട്ടിത്തെറി അത്രത്തോളം ഭയാനകമാകുന്നത് ഈ മില്ലി സെക്കൻഡുകൾക്കകം ഇത്തരം പ്രവർത്തനങ്ങൾ അതിനുള്ളിൽ നടക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇതൊരു ചെയിൻ റിയാക്ഷൻ ആണ്. അപ്പൊ ഈ ചെയിൻ റിയാക്ഷനിൽ സെക്കൻഡ്സിനുള്ളിൽ 1000 ഡിഗ്രി ചൂടും സാധാരണ അന്തരീക്ഷ മർദ്ദത്തിന്റെ 100 ഇരട്ടി മർദ്ദവും ഉണ്ടാക്കുന്നതോടെയാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. ഇത്ര ഭയങ്കരമായ സ്ഫോടനം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അത്രയും മാരകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളും ഉണ്ടാകുന്നത്. ഇനി പറഞ്ഞു വരുമ്പോൾ ഈ പറയുന്ന മറ്റൊന്ന് പ്ലൂട്ടോണിയം ബോംബാണ്, ഫ്യൂഷൻ ബോംബ്. ഇതിന്റെ കുറച്ചുകൂടി സങ്കീർണമായിട്ടുള്ള ഒരു ഘടനയാണ് ഈ പ്ലൂട്ടോണിയം ബോംബിലുള്ളത്. അപ്പൊ പ്ലൂട്ടോണിയം ഐസോട്ടോപ്പിന്റെ കേന്ദ്രഭാഗത്ത് മറ്റ് സ്ഫോടക വസ്തുക്കളൊക്കെ കൂടി ഉപയോഗിപ്പിച്ച് മർദ്ദം ഏൽപ്പിക്കുമ്പോഴാണ് ഈ ചെയിൻ റിയാക്ഷൻ അവിടെ ഉണ്ടാകുന്നത്, ഹൈഡ്രജൻ ബോംബിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഈ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള പലതരത്തിലുള്ള യുറേനിയം 235 ബോംബുകൾ, അതായത് അണുബോംബ്, ഫിഷൻ ബോംബുകൾ ഇപ്പോഴും ഉണ്ട്. ഈ ഫിഷൻ ബോംബാണ് ആക്ച്വലി ഇറാനിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫിഷൻ ബോംബിന് വേണം. അപ്പൊ 9 അണുബോംബ് ഉണ്ടാക്കാനുള്ള യുറേനിയം ഇപ്പൊ തന്നെ അവർ ഉണ്ടാക്കി കഴിഞ്ഞു. ഒരു പക്ഷെ അതിൽ കൂടുതൽ ഉണ്ടാകാം. പുറത്ത് വന്ന ഇവർ മനസ്സിലാക്കിയിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് വെച്ചിട്ടായിരിക്കാം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവർ പറഞ്ഞു വെച്ചതിനേക്കാൾ 45% അധികം യുറേനിയം സമ്പുഷ്ടീകരണമാണ് അവരവിടെ നടത്തിയിട്ടുള്ളത്. കാര്യമായ കാരണമില്ലാതെ അടിക്കത്തില്ല. അത് ആ രാജ്യത്തിന്റെ സുരക്ഷയുടെ കാര്യമാണല്ലോ. ഒരു കൊച്ചു രാജ്യം ചുറ്റുവട്ടത്ത് എല്ലാവരും കൂടി തീ കോരിയിടായിരിക്കുന്നു. അതെ. അപ്പൊ ഈ ഇവര് പറയുന്നല്ലോ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ്. നമ്മുടെ മാധ്യമങ്ങളിലെ ചില ആങ്കേഴ്സ് ഒക്കെ പറയുന്നതായിട്ടാണ് അവര് താമസിക്കുന്നതേ ഇറാനിലാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയും മമതയാണ് ഇറാനോട്. ഈ ഇറാൻ ചെയ്യുമ്പോൾ നേരെ തിരിച്ച് ഇതേപോലെ ഉണ്ടായാൽ മതി. കാര്യം ഇറാൻ ഇതേപോലെ ഒന്നും പറയാതെ ചെയ്തില്ല. അത് ന്യൂനപക്ഷ സമൂഹമാണ്. ആ ന്യൂനപക്ഷ സമൂഹത്തിന് നേരെ ഉയരുന്ന ഓരോ കൈകളും നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ അരിഞ്ഞു വീഴ്ത്തും. അല്ല, അത് പ്രൈത പറഞ്ഞ ആ പോയിന്റും കറക്റ്റ് ആണ്. എങ്ങനെ അവർ ഇതിനിടെ താമസിക്കുന്ന, അവർ ഇറാനിൽ താമസിക്കുന്ന പോലെയാണ് അവർ പറഞ്ഞത്. അതെ.